ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു അദീനിയം പാക്കിങ്ങാണ്, അൺബോക്സിങ് വീഡിയോ ആണ്. അത് നല്ല പാക്കിങ്ങാണ്. തഴച്ചു വളർന്ന ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് വീഡിയോയിൽ, നട്ടവീതമൊക്കെ. കണ്ടോ, നല്ലപോലെ തഴച്ചു വളർന്നു. ഇടയ്ക്കൊന്ന് പോയായിരുന്നേ, അപ്പോൾ ഞാനത് പോകുമെന്ന്, ഭയങ്കര ക്ഷീണം തന്നെ. ഇടയ്ക്ക് 4 മേടിച്ച് ഒരെണ്ണം പൂച്ചെങ്ങാണ്ട് ചാടി ചുവട് ഇളകിയിരുന്നു. അതുകൊണ്ട് അതിന് ഇച്ചിരി ക്ഷീണം വന്നി. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മുറിച്ച് വേറെ നട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടേ. അത് ഈ വീഡിയോയിൽ കാണിക്കാവേ. ഇല്ല, കോഡക്സൊക്കെ വന്ന് കണ്ടോ. ഇച്ചിരി മണ്ണ് ഇടാവും കേട്ടോ. ചട്ടിനിറയൊന്നും മണ്ണ് വെക്കണ്ട. മണലും മണ്ണും എല്ലാം കൂടെ കൂട്ടി ഇളക്കി ഈ മണലിൽ തന്നെ നട്ടാലും മതി. പിന്നെ മണ്ണിട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക. കണ്ടോ, ഇതുണ്ടോ, മുളച്ച് വരുന്നുണ്ട്. ആഴ്ചയിൽ 1 വെള്ളം ഒഴിച്ചാൽ മതി. ലേശം വെള്ളം ഒഴിച്ചാൽ മതി. ഇതുപോലെയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. അത് പിന്നെ ഒരു പ്രാവശ്യം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 3-4 ദിവസം കഴിഞ്ഞേ ഒഴിക്കുകയുള്ളൂ. കോഡക്സൊക്കെ മുഴുത്തായി. ഇല്ല, 200 രൂപ പോലും ആയില്ല 4 മീഷോയിൽ നിന്ന് മേടിച്ചാണ്. 186 രൂപ ആയതേ ഉള്ളൂ, കൊറിയർ ഉൾപ്പെടെ. കണ്ട, ഈ സാപ്പ് വെള്ളത്തിൽ മുക്കി നടുക. മിച്ചമുള്ള വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയും ചെയ്തു കൂട്ടി. വെള്ളത്തിന് പകരം ഞാൻ സാപ്പ് കലക്കിയാണ് ഒഴിച്ചത്. ആദ്യമേ ഇച്ചിരി ക്ഷീണമായിരുന്നു, ഇലകളൊക്കെ പഴുത്തു. അപ്പം ഞാനോർത്ത് പിടിക്കായിരുന്നു. പക്ഷെ എല്ലാം പിടിച്ചു, തഴച്ചു വളർന്നു. വേനയ്ക്ക് ഞാൻ ടെറസെ കൊണ്ടേ വെച്ചേ. കണ്ടോ, മേടിച്ചപ്പം കണ്ടോ, ചെറുതായിരുന്നു. 50 രൂപയെ താഴെയുള്ളല്ലോ എന്നോർത്ത് ഞാൻ മേടിച്ചാണ്. ഇത് മഞ്ഞൾ പുരട്ടി വെക്കുക, മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയിടുക. ഇത്രയും ദൂരെയൊന്ന് കൊണ്ടുവന്നതല്ലേ. മീഷോയിൽ നിന്ന് മേടിച്ച കൽക്കട്ട വഴിയൊക്കെയാണ് അവർ പറഞ്ഞ ട്രാക്ക് നോക്കിയപ്പോഴേ. കൊണ്ടുവന്ന ദിവസം നടണ്ട, 1-2 ദിവസം കഴിഞ്ഞ് നട്ടാൽ മതി കേട്ടോ കൂട്ടുകാരെ. മഞ്ഞൾ വെള്ളത്തിൽ സാഫിലൊക്കെ മുക്കി വെച്ച്. അതിന് ഇച്ചിരി മണ്ണേ ഇടുകയുള്ളൂ. ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മാറ്റാമല്ലോ. അതുകൊണ്ട് വെയിറ്റ് ആകുകയല്ലോ. അതിൽ നിറയെ മണ്ണുണ്ടായാൽ നമുക്ക് മാറ്റി വെക്കത്തില്ലല്ലോ. ചാണകപ്പൊടി ഒക്കെ ഇട്ടതിൻ്റെ അവിടെ കിടക്കുന്നുണ്ടോ. പിന്നെ റോസ് മിക്സ് എന്ന് പറഞ്ഞ ഒരു വളമുണ്ട്, 15 ദിവസം കൂടുമ്പോൾ ഇടുന്നത്. അത് കിട്ടും. പിന്നെ എപ്സം സാൾട്ട് സ്പ്രേ ചെയ്യും, സാഫ് സ്പ്രേ ചെയ്യും. കണ്ടോ, ഇത് കേടായത്. മഴ വന്നാൽ പിന്നെ നമുക്കെല്ലാം ഷെയ്ഡി വെക്കാം. ഇല്ല, ഒത്തിരി വെള്ളം വന്ന് കോഡക്സ് അഴുകിപ്പോയാലോ. മണലൊക്കെ കൂട്ടിയാണ് ഞാൻ നട്ടേക്കുന്നത്. കേട്ടോ, ഇവിടെയൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു.
ഈ ചെടി വളരാത്തതുകൊണ്ട് അതിൻ്റെ തലപ്പ് ഞാൻ മുറിച്ചേ ഇലയുടെ പകുതി വെച്ച്. അപ്പോൾ അത് ഇച്ചിരി കൂടെ വളർന്നു. എന്നും പോയി ഞാൻ നോക്കും മുളച്ച് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ അതിനി പാക്കിങ് ഉണ്ട് കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നടുന്ന വിധവും നല്ലപോലെ തഴച്ചു വളർന്ന് നിൽക്കുന്ന ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി. കണ്ടോ, ഇതിന് നല്ല വണ്ണമുണ്ട്, മുളച്ച് വരുന്നേ ഉള്ളൂ. കോഡക്സ് എപ്പോഴും മണ്ണിന് മുകളിൽ നിൽക്കണം, അതായത് ആ വീർത്ത് വന്ന പാകമായി. ഇതിനാ ക്ഷീണം വന്ന് കേടുവന്നത്. പൂച്ചയോ ഏതാണ്ട് തള്ളിയിട്ടു. കേട്ടോ, കുറച്ച് മണ്ണിൽ താഴ്ത്തിയാൽ മതി കേട്ടോ, കോഡക്സ് മുകളിലും. മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചു. മഞ്ഞൾ പാറ്റിയത് കണ്ടോ, ഇത് മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചേക്കുന്നു. ഇതുണ്ടോ, നല്ല പാക്കിങ്. കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ വണ്ണം ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കൂടി പൊതിഞ്ഞ. കണ്ടോ, കോഡക്സിനൊക്കെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലം ക്ഷീണമായിട്ട് നിന്ന് വളരാതെ. അപ്പം ഞാൻ ഓർത്ത് പോകുമെന്ന്, പക്ഷെ പോയില്ല. ഒരെണ്ണത്തിന് മാത്രം ഇച്ചിരി കേടുവന്നു. കണ്ടോ, നിറയെ ഇലയൊക്കെ വന്നു. കണ്ടോ, ഇച്ചിരി മണ്ണിനടിയിൽ താത്തിട്ടുള്ളൂ. കേടായത് അതിന് ഞാൻ കട്ട് ചെയ്തു. കണ്ടോ, അതിൻ്റെ ചുവട് ഭാഗം കണ്ടോ, കോഡക്സ് എല്ലാം ക്ഷീണിച്ച് മെലിഞ്ഞു പോലിരിക്കുന്നു. അത് അഴുകിപ്പോകാൻ. കണ്ടോ, ഒരു വെള്ളത്തിൽ നിന്ന് കട്ട് ചെയ്ത് ഞാൻ ചട്ടി നട്ടാണേ, നല്ല പിടിച്ചു വരുന്നുണ്ട്. മൺചട്ടി നടുന്ന കൂട്ടുകാരെ നല്ലതിനാണോ? പ്ലാസ്റ്റിക് ചട്ടി നട്ടാൽ അതിൻ്റെ കോഡക്സ് വളർന്നു വരുമ്പോൾ ഇല്ലേ, പ്ലാസ്റ്റിക് ചട്ടി പൊട്ടിപ്പോയി. എൻ്റെ ഒരെണ്ണം അങ്ങനെ പൊട്ടിപ്പോയി. അപ്പോൾ മൺചട്ടി നടുന്നതല്ല. കണ്ടോ, മൺചട്ടി നട്ടേക്കുന്നുണ്ടോ? പ്ലാസ്റ്റിക് വെയിൽ കൊണ്ട് കുറേ നാൾ കഴിഞ്ഞ് പൊട്ടിപ്പോവും, പ്ലാസ്റ്റിക് ചെടിച്ചട്ടി മഴിച്ചാൽ. അതിനെന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷം നിന്നോളുവേ. അപ്പം മൺചട്ടിയാണ് നല്ലത്. കണ്ടോ, നല്ല മുഴുപ്പായില്ലേ കൂട്ടുകാരെ. 50 രൂപയെ താഴെയുള്ളൂ വില. ഇതാ കേട് ഞാൻ മുറിച്ച് കട്ട് ചെയ്ത് കവറിട്ട്, പ്ലാസ്റ്റിക് കവറിട്ട് വെച്ചേക്കുന്നുണ്ട്. അപ്പം എൻ്റെ പിടിച്ചു വന്ന 2 എണ്ണം ആകല്ലേ. ടെറസിൽ നിന്ന് ഷെയ്ഡിൽ കൊണ്ടുവന്ന് ഇവിടെ പെരയുടെ അവിടെ വെച്ചു. നല്ല കോഡക്സ് കണ്ടോ. ഇതാണ് ഞാൻ ഞാനേ ഇല കട്ട് ചെയ്ത് കണ്ടോ, നടുക്ക് വെച്ച് ഒരിലയുടെ പകുതി വെച്ച് കട്ട് ചെയ്തു. അപ്പോഴത് വേറെ ശിഖരം പൊട്ടി വരുന്നുണ്ടോ. അപ്പം വളരാത്ത അതിനെ ഇങ്ങനെ ചെയ്താൽ മതി. ഇല മുറിച്ച് കളയുക. ഉണ്ടോ,
എല്ലാം മുറിച്ച് കളഞ്ഞപ്പം വേറെ ഇല വന്നു, ഇച്ചിരി കൂടെ കരുത്തായിട്ട് വന്നു. അത് അതിൻ്റെ ഏരം പൊട്ടുന്നുണ്ട്, ശിഖരം പൊട്ടുന്നുണ്ട്. ഇത് വേറെ എണ്ണം കട്ട് ചെയ്ത് ഞാൻ നട്ടാണ്, അത് പിടിച്ചു. കണ്ടോ, ഇല പൊട്ടി ശിഖരം പൊട്ടി വരുന്നുണ്ട്. ഇതാ കേട് വന്നു, വലിയ അദീനിയം. അപ്പോൾ അതേ സാപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. സാപ്പ് പുരട്ടണം ഇതിൽ, അതിൽ കേടാവും. ഷെയ്ഡിലേക്ക് മാറ്റുക. പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, മുട്ടൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. വേറെ എണ്ണം നട്ടിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് കവർ ചെയ്തേക്കും. പോയ അതിനി കണ്ടോ, പിടിച്ചു വരുമ്പം 2 അതിനിയാവും. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. കോഡക്സ് കേടായ അദീനിയം ഇങ്ങനെ സാപ്പ് പുരട്ടി വെച്ചാൽ മതി കേട്ടോ. സാപ്പ് പുരട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയ അദീനിയാണ്, നല്ല ചുമല കളറുള്ള. അത് കേടായി കോഡക്സ്. അപ്പോൾ സാപ്പ് പുരട്ടി വെച്ചുകൊണ്ടോ, സാപ്പ് പുരട്ടി ഷെയ്ഡി വെച്ചാൽ മതി. അപ്പോൾ അത് ശരിയാവും. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. കണ്ടോ, അവിടെ കേടായി അടിഭാഗം. അപ്പോൾ ഞാനത് സാപ്പ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പരട്ടി ഷെയ്ഡി വെച്ചേക്കുവാണ്. നല്ല മുഴുത്ത അദീനിയായിരുന്നു, വയലറ്റ് കളർ. കണ്ടോ, ഇവിടെ സാപ്പ് ഇട്ടു. ഇനി സാപ്പ് ഇട്ട് വെച്ചാൽ ശരിയാവും. നല്ല ബലം വരും. കണ്ടോ, ആ പാവമാണ് കേടായത്. ഞെക്കി നോക്കണം, അന്നേരം നെക്ക് കൊള്ളുന്ന പോലെ വരും. അപ്പോഴത് കേടാകാൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച്.